ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. ഭഗവാന്റെ ഒരു ലീലാവിലാസത്തിൻ്റെ കഥ പറയാം ഇന്ന്. ഗുരുവായൂർ തന്ത്രിയായിരുന്ന ചേനാസിനെ അപമാനിച്ച ആൾക്ക് ഭഗവാൻ കൊടുത്ത ശിക്ഷ. പണ്ട് ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് പൂഴിക്കുന്നത്ത് ഉപ്പുകൂറ്റൻ എന്ന പേരിൽ ഒരു അസാമാന്യ ശരീരപുഷ്ടിയുള്ള ഒരാൾ ജീവിച്ചിരുന്നു. അയാൾക്ക് വിദ്യാഭ്യാസമൊന്നുമില്ല, പൊണ്ണത്തടി മാത്രം. മദ്യപാനവും ശീലമുണ്ടായിരുന്നു. അയാളോട് എതിരിടാനോ മറ്റോ ആരും പോയിരുന്നില്ല. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആൾ പാത്രം കഴുകലും ആനപ്പിണ്ടം വാരിക്കളയലും ഒക്കെയായി കൂടി. ചകിരി, മടൽ എന്നിവ ചുമടാക്കി ക്ഷേത്രത്തിൽ എത്തിക്കുക എന്നൊക്കെ ഇയാളുടെ ജോലികളാണ്. ക്ഷേത്രത്തിലെ കാളൻ വയ്ക്കുന്ന 4 കാതൻ ചരക്ക് ഇയാൾ ഒറ്റയ്ക്ക് കഴുകി വൃത്തിയായി വെച്ചിരുന്നു. പ്രതിഫലമായി ക്ഷേത്രത്തിൽ നിന്ന് ഉരുളി നിറയെ ചോറ് കൊടുത്താൽ മതി. ഭക്ഷണം വൈകിയാൽ ചീത്ത വിളിക്കുകയും ചെയ്യും. എല്ലാവർക്കും അയാളെ പേടിയുമായിരുന്നു. തനിക്ക് കിട്ടുന്ന ചോറും കഴിച്ച് അയാൾ തൻ്റെ പണിയെല്ലാം കഴിച്ച് രാത്രി തീർത്ഥക്കുളത്തിൽ ഇറങ്ങി കുറേ നേരം കുളിക്കാനായിട്ട് കിടക്കാറുണ്ട്. അയാൾ കുളി മാത്രമേ ഉള്ളൂ എന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. പക്ഷേ തീർത്ഥക്കുളത്തിലെ മത്സ്യങ്ങളെ ആരും അറിയാതെ പിടിച്ചു കൊണ്ടുപോകാനാണ് അയാൾ കുളിക്കാനെന്നും പറഞ്ഞ് ഇറങ്ങുന്നത്. ക്ഷേത്രക്കുളം നിറയെ മത്സ്യങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ക്ഷേത്രത്തിൽ ആ വർഷത്തെ ഉത്സവം ആരംഭിക്കാറായി. കലശാദി കാര്യങ്ങൾ നടന്നു വരുന്നു. ഒരു ദിവസം രാത്രി പൂജ കഴിഞ്ഞ് വയോധികനും സ്വാത്വികനുമായ ക്ഷേത്രം തന്ത്രി മേൽശാന്തിക്കടവിൽ കുളിക്കാൻ ഇറങ്ങി. അപ്പോൾ കുളത്തിനകത്ത് ആരോ ചാടുന്ന ശബ്ദം കേട്ടു. അദ്ദേഹം വേഗം കുളി കഴിഞ്ഞ് കുളക്കടവിൽ ചെന്ന് നോക്കി. അപ്പോൾ കണ്ടത് ഉപ്പുകൂറ്റൻ മീൻ പിടിക്കുന്ന കാഴ്ചയാണ്. തന്ത്രി അയാളോട് പറഞ്ഞു, ദൈവദോഷം ചെയ്യരുതേ. തീർത്ഥക്കുളത്തിലെ മത്സ്യങ്ങൾ ഭഗവാന്റെ പ്രിയപ്പെട്ടവരാണ്. അവയെ ഉപദ്രവിക്കരുത്. ക്ഷേത്രത്തിലെ ചോറും തിന്ന് ദൈവദോഷം പ്രവർത്തിക്കരുതേ. ആ മത്സ്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് കുളം ഇത്ര വൃത്തിയായി കിടക്കുന്നത്. അത് കേട്ട ഉപ്പുകൂറ്റൻ പറഞ്ഞു, താൻ തൻ്റെ പണി നോക്ക്. മര്യാദയ്ക്കിരുന്നില്ലെങ്കിൽ തന്ത്രിയുടെ പൂണൂരിൽ മത്സ്യത്തെ കോർത്ത് ഇടുമെന്നും നേത്തിച്ചോറിനോടൊപ്പം മത്സ്യക്കറി കൂട്ടി കഴിപ്പിക്കുമെന്നും പറഞ്ഞു. വയോധികനായ തിരുമനസിന് അത് സഹിക്കാനായില്ല. ഇത്രയും കാലത്തിനിടയ്ക്ക് തന്നോട് ആരും ഇത്തരമൊരു വർത്തമാനം പറഞ്ഞിട്ടുമില്ല. അദ്ദേഹം നാരായണനാമം ചൊല്ലി മടങ്ങിപ്പോയി. അദ്ദേഹത്തിന് കിടന്നിട്ട് ഉറക്കം വന്നില്ല. ഇത്ര ദുഷ്ടനായ ഒരാൾ ക്ഷേത്രത്തിലും പരിസരത്തും അഴിഞ്ഞാടുകയും മത്സ്യങ്ങളെ കൊന്നു കഴിക്കുകയും എങ്ങനെ ശുദ്ധികലശമാടി മുളയിട്ട് കുടി കയറും? ആകെ വിഷമമായല്ലോ ഗുരുവായൂരപ്പ എന്ന് പ്രാർത്ഥിച്ച് രാത്രി കഴിച്ചുകൂട്ടി. എന്നും നിഷ്ഠയോടെ തന്നെ പൂജിക്കുന്ന ആ സാധുവിൻ്റെ സങ്കടം ഭഗവാൻ അറിയാതെ വരില്ലല്ലോ. പിറ്റേ ദിവസം പതിവ് പോലെ ഉപ്പുകൂറ്റൻ കലാപരിപാടി ആരംഭിച്ചു. അന്ന് കിട്ടിയത് പെരുക്ക് എന്ന ഒരു തരം മത്സ്യമാണ്. അവ ഇണചേർന്ന് ജീവിക്കൂ. ഇത്തരം മത്സ്യങ്ങളുടെ ചിറക് നല്ല മൂർച്ചയുള്ള ഇനമാണ്. ഇണയെ തപ്പാനായി കിട്ടിയ മീനിനെ വായിൽ കടിച്ച് പിടിച്ച് ഉപ്പുകൂറ്റൻ വെള്ളത്തിലേക്ക് മുങ്ങിയതും വായിലിരുന്ന മീൻ വഴുതി അയാളുടെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയി. അയാൾക്ക് ശ്വാസം മുട്ടി വെപ്രാളം കൊണ്ട് കരയിലേക്ക് കയറി. മത്സ്യത്തിൻ്റെ മൂർച്ചയേറിയ ചിറകുകൾ അയാളുടെ അന്നനാളത്തെയും കുടലിനെയും കീറിമുറിച്ച് അയാൾ ക്ഷേത്രക്കുളക്കരയിൽ മരിച്ചു വീണു. തൻ്റെ പ്രിയ പൂജാരിയെ അധിക്ഷേപിച്ചതിന് ഗുരുവായൂരപ്പൻ കൊടുത്ത ശിക്ഷ. തന്ത്രിയുടെ പൂണൂലിൽ മത്തി കോർക്കുമെന്ന് പറഞ്ഞ അയാളുടെ കുടൽമാലയിൽ മീൻ കോർത്ത് ശിക്ഷിച്ചു ഭഗവാൻ. ആ സംഭവത്തിന് ശേഷം കുളത്തിന് കാവൽ ഏർപ്പെടുത്തി തുടങ്ങി. ക്ഷേത്രത്തിൽ എണ്ണ, സോപ്പ് ഇവയുടെ ഉപയോഗവും ഒക്കെ നിയന്ത്രിച്ചു തുടങ്ങി. ലോകരക്ഷയ്ക്കായി മത്സ്യാവതാരമെടുത്ത ഭഗവാൻ ഒരു നിഷ്ഠനിഗ്രഹത്തിനായി ഒന്നുകൂടെ അവതരിച്ചതാവും. ഭഗവാനെ കൃഷ്ണ ഗുരുവായൂരപ്പ, നിന്റെ ലീലാവിലാസം ആർക്കാണ് നിർവചിക്കാൻ കഴിയുക? നീയേ ശരണം ഭഗവാനെ കൃഷ്ണ. ഗുരുവായൂരപ്പ. നാരായണ നാരായണ നാരായണ.